എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഈ വ്യവസ്ഥിതികളെക്കുറിച്ച് സാധാരണക്കാരനോടുള്ള നമ്മുടെ ഭരിക്കുന്നവരുടെ മനോഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് സ്വയം പുച്ഛം തോന്നുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞ് നമ്മൾക്ക് നാണമായി തുടങ്ങി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. അത് പല മാസങ്ങളായിട്ടില്ല. ഇനി അത് അർഹതപ്പെടാത്തവർ 10,000 കണക്കിന് ആളുകൾ, ഏതൊരു 9,020 ആളുകളുടെ ലിസ്റ്റിൽ വന്നു. അവരുടെ പേരൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അത് ഈ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ, ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ഈ 1600 രൂപ യാതൊരു അവകാശവുമില്ലാതെ, ശരിക്കും നേരത്തെ അതിനെപ്പറ്റി വീഡിയോ വളരെ മോശമായിട്ടിട്ടിരുന്നു. അപ്പോൾ ഒരു അവകാശവുമില്ലാതെ ഈ മരിച്ചവനെ ഭുജിക്കുന്ന രീതിയിലുള്ള വാങ്ങിക്കലുകൾ നമ്മൾ കണ്ടു. അതിനെതിരെ നടപടി സ്വീകരിച്ചു നമുക്ക് കാണാൻ നമ്മൾ അറിയുന്നില്ലായിരുന്നു. അതുപോലെ നമ്മുടെ ചൂരൽമല രണ്ടുകൈ ആ മേഖലയിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടു, അവിടുത്തെ ആളുകൾക്കൊരു താമസിക്കാനുള്ള സ്ഥലത്തിന് രൂപരേഖ തയ്യാറായി, വർഷം ആകാൻ പോകും. അവരിപ്പോഴും ഈ വീട് നഷ്ടപ്പെട്ടവനും കിടപ്പാടം നഷ്ടപ്പെട്ടവനും കടത്തുന്നതിലും 500 വീട്ടിലും വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ വാടക വീടുകളിൽ താമസിക്കുക. അപ്പോൾ അതിനൊന്നും യാതൊരു മാർഗവും മുമ്പോട്ടില്ല എന്നിരിക്കുമ്പോൾ ഇവിടെ ധൂർത്തുകൾക്ക് യാതൊരു കുറവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ധൂർത്തില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞാലും പറയേണ്ടി വരും. അതിനിടയിലാണ് ഈ 1600 രൂപ ഈ സ്വന്തം ഒരു മുറുക്കാൻ വാങ്ങിക്കാൻ, ഇല്ലെങ്കിൽ അവർക്ക് കുഴമ്പ് വാങ്ങിക്കാൻ, മരുന്ന് വാങ്ങിക്കാൻ, റേഷൻ വാങ്ങിക്കാൻ. അപ്പോൾ ഈ റേഷൻ്റെ കാര്യം നമ്മൾ കണ്ടു. റേഷൻ വാങ്ങിക്കാൻ ഈ അനർഹരായിട്ടുള്ള ആരെങ്കിലും ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥ വീട്ടിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു വാർക്ക വീടുണ്ടെങ്കിൽ, ഇത് സ്വന്തമായിട്ട് 4 വീലറിൻ്റെ അവരുടെയൊക്കെ വാങ്ങിച്ച റേഷൻ്റെ പൈസ തിരിച്ചു വാങ്ങിക്കുന്ന സംവിധാനങ്ങൾ നോട്ടീസ് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ലാതെ, ഭിക്ഷ തണ്ടാൻ പോലും, നമ്മുടെ ഭിക്ഷാടനം നമ്മുടെ നാട്ടിൽ നിരോധിച്ച, തണ്ടാൻ പോലും നിർവാഹമില്ലാതെ, ഇല്ല അഭിമാനം സമ്മതിക്കാതെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ, ഒരു പറ്റമല്ല മഹാഭൂരിപക്ഷം ഉള്ള നമ്മുടെ ഈ നാട്ടിൽ. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഇന്നിപ്പോൾ ഈ മലയാള മനോരമ പത്രത്തിൽ അവിടെ ഒരു ലോ പോയിൻ്റ് എന്ന് പറയുന്നൊരു പങ്ക്തിയുണ്ട്. അതിനകത്തൊരു ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ നിങ്ങളത് അറിഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും എന്നെനിക്ക് തോന്നി. കാരണം നമുക്കറിയാമല്ലോ, 1600 രൂപ കൊടുക്കാൻ ആളില്ല, അവർക്ക് കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അത് പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ഇതിനകത്ത് കൈയിട്ട് വരുന്നത് നമ്മൾ കണ്ടു. അതിനകത്തുള്ള കാര്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാൻ വായിക്കാം. കുടുംബ പെൻഷൻ വരുമാന നികുതിയിൽ വരുമോ എന്നാണ് അതിൻ്റെ ഹെഡിങ്. ബാക്കി എഴുതിയിരിക്കുന്നു, ഞാൻ KSEBയിൽ നിന്ന് എഞ്ചിനീയറായി വിരമിച്ചയാളാണ്. സർവീസ് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഞാൻ ആദായ നികുതി കൊടുക്കുകയും എല്ലാ വർഷവും കൃത്യമായി റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. സബ് എഞ്ചിനീയറായി വിരമിച്ച എൻ്റെ ഭാര്യ കഴിഞ്ഞ മാർച്ചിൽ മരിച്ചു. ഇപ്പോൾ എനിക്ക് കുടുംബ പെൻഷനും ലഭിക്കുന്നുണ്ട്. ഇത് ആദായ നികുതി പരിധിയിൽ വരുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തികച്ചും നിഷ്കളങ്കമായ ചോദ്യം. അദ്ദേഹത്തിന് പെൻഷനുണ്ട്, അത് ലക്ഷങ്ങൾ, അടുത്ത 1 ലക്ഷങ്ങൾ മുകളിൽ കാണുമായിരിക്കും. അതിന് അദ്ദേഹം നികുതി കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായും അർഹമായ കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ 1600 കിട്ടിയിട്ട് റേഷൻ അരി മേടിക്കാൻ മാർഗ്ഗമില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ പെൻഷൻ മേടിച്ച് ഇവൻ ആദായ നികുതി അടയ്ക്കുന്നത്. ഈ ആദായ നികുതി അടയ്ക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ഭാര്യയുടെ കുടുംബ പെൻഷനും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായ ആവശ്യം. അദ്ദേഹത്തിന് പാവപ്പെട്ടനാണല്ലോ, ആദായ നികുതി അടയ്ക്കുന്ന ഒരു അയ്യവാവാണല്ലോ, ഇല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ലാത്തനാണല്ലോ. അദ്ദേഹത്തിന് ഈ ഭാര്യയുടെ കുടുംബ പെൻഷൻ കിട്ടുന്നുണ്ട്. അതിന് ആദായ നികുതി അടയ്ക്കേണ്ടി വരുമോ എന്നാണ് വളരെ നിഷ്കളങ്കമായിട്ട് ആ പാവത്തിൻ്റെ ഒരു ചോദ്യം. നമ്മൾ കേൾക്കേണ്ടതല്ല ഇത്. ഒരു വീട്ടിൽ ഒരു പ്രായപൂർത്തിയായ മകൻ കൂലിവേലയ്ക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിനടുത്ത് ഒരു ടെറസ് വീടുണ്ടെങ്കിൽ അവൻ്റെ 1600 പെൻഷൻ കട്ട് ചെയ്യുന്ന നാട്ടിലാണ് ഈ ആദായ നികുതി അടയ്ക്കുന്ന ഈ പെൻഷൻകാരൻ്റെ ഭാര്യയുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് ആദായ നികുതി വേണമോ എന്ന പാവം വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാർ ഇവർ ഈ പൈസ എവിടെ നിന്നാണ് കൊടുക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനും നിങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും കഷ്ടപ്പെട്ട് ഈ 1600 1200 കിട്ടുന്ന പെൻഷനിൽ നിന്നും കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് ഇവർക്ക് ഈ കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാ ഇയാൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? പോട്ടെ, അവരുടെ പിടിച്ചു പോലെയൊക്കെ കഴിയുന്നു. ഇയാൾക്ക് ഈ പെൻഷൻ കിട്ടുമ്പോൾ അയാളുടെ മരണപ്പെട്ട ഭാര്യയുടെ പേരിലുള്ള പെൻഷൻ അയാൾക്ക് കൊടുക്കുന്നത്, കുടുംബ പെൻഷൻ എന്നുള്ള പേരിൽ. അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലെങ്കിൽ ശരി, ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത എത്രയോ ആളുകൾ ഒരു പെൻഷനും ഇല്ല, ഒരു മാർഗ്ഗവും ഇല്ലാതെ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് തള്ളപ്പെട്ട് 1 രൂപ വരുമാനമില്ലാതെ ജീവിക്കുമ്പോഴാണ് ഇവരുടെ ഈ ട്രേഡ് യൂണിയൻ ഗുണ്ടായസം കൊണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ KSEB ഇപ്പോൾ ചാർജ് കൂട്ടുകയും നമ്മൾ കണ്ടു. അതും ഈ നമ്മളിതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ശരിക്കും സാധാരണക്കാരൻ ഇതിനെ സമരം ചെയ്താൽ നമ്മളിപ്പോൾ ഒരാളുടെ ഇപ്പോൾ എൻ്റെ കറണ്ട് ബില്ല് ഇവിടെ ഒന്നും ഞാൻ അടച്ചില്ല, 1000 രൂപ 1200 കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ അയൽവക്കാരൻ അവിടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്തവനാണ്. അവിടെ അങ്ങനെ ഒരു കളിയാക്കൽ. പോരാത്തതിന് ഇവരുടെ ഒരു നിർബന്ധിത സംഭവമാണ്.
ബില്ല് അടച്ചില്ലെങ്കിൽ ഇന്ന് ഊരും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇട്ടതാകും. നമ്മുടെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അടയ്ക്കാൻ നിർബന്ധിതരാകും. ഇനി അതിന് തടസ്സമോ തർക്കമോ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൊണ്ട് ആദ്യം ബില്ലടച്ചു, അത് കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങളത് അന്വേഷിക്കാം. അന്വേഷിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വയറിങ് മോശമാണ്, ഇല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ബൾബ് മോശമാണ്, നിങ്ങളുടെ വീട് പഴയതാണ്, ഇതെല്ലാം പുതുക്കിക്കോ മുടവെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് ഫൈനും എല്ലാം കൂടെ വരും എന്നുള്ളത് കഴിഞ്ഞ് സാധാരണക്കാരനെ ഇവർ ഒരിക്കലും കണ്ടില്ല എന്നടിക്കുന്ന സംവിധാനമാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇത്തരം ഈ ക്ഷേമ പെൻഷനും ഈ കൊടുക്കാനില്ലാത്ത, ഇല്ലെങ്കിൽ പല പല മാർഗങ്ങളും ക്ഷേമ പെൻഷൻ ആളുകളെ ഇല്ലാതാക്കുന്ന സംവിധാനത്തിൽ ഈ സർവീസ് പെൻഷൻ ഉള്ള ആൾക്കാർക്ക് മറ്റ് ആ കുടുംബത്തിൽപ്പെട്ട ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ വേറെ അന്യ കുടുംബത്തിൽ മാറി താമസിക്കുന്ന ആളുകളൊന്നുമില്ല. ഇനി ഇവരുടെ മക്കളുണ്ടെങ്കിൽ അവരും ജോലിക്കാരായിരിക്കും. ഇപ്പോൾ അതിനെപ്പറ്റി ഇത് പറയുന്നില്ല, ജോലിക്കാരായിരിക്കും. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ മാറ്റി വെച്ചിട്ട് രണ്ട് പേര് പെൻഷൻകാരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കേ പെൻഷൻ കൊടുക്കാവുള്ളൂ. അവർ മരണപ്പെട്ടില്ലെങ്കിലും ഒരാൾക്കേ പെൻഷൻ കൊടുക്കാവുള്ളൂ. എന്നിട്ട് ആ പെൻഷനും കൂടെ കൂട്ടി അതും ഏകീകരിക്കണമെന്നാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 1 ഇന്ത്യ 1 പെൻഷൻ സംഘടനക്കാരൊന്നുമല്ല, ഇത് അദ്ദേഹം തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, അല്ലാണ്ട് ഞങ്ങളാരും ഉണ്ടാക്കി പറയുന്നൊരു ചോദ്യമല്ല. ഈ ക്ഷേമ പെൻഷൻ്റെ കൂട്ടത്തിലേക്ക് ഈ സർവീസ് പെൻഷൻ്റെ കൂട്ടത്തിൽ ഈ കുടുംബ പെൻഷൻ കിട്ടുമെന്നുള്ളത്. അപ്പം ഞങ്ങളൊരു പെൻഷൻ സംഘടന ആൾക്കാർ പറയുന്നില്ല. അപ്പം ഇവർക്ക് മാത്രം മതി, ഇവർക്ക് സർവീസ് പെൻഷൻ ഏതെല്ലാം കാര്യങ്ങളായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് പിടിച്ചു പറിച്ച് മേടിക്കുക, അത് കഴിഞ്ഞ് ഒക്കുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ വാങ്ങിക്കുന്ന ഒരു സംവിധാനം മാറ്റി വെച്ചിട്ട് ഈ ഒരു പെൻഷൻ എല്ലാവർക്കും ഒരുപോലെ 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ കിട്ടാനുള്ള സംവിധാനമാണ് ആലോചിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ എന്തായാലും മാറ്റം വരേണ്ടതാണ്. അതായത് കുടുംബ പെൻഷൻ വരുമാന നികുതിയിൽ വരുമാന നികുതി കൊടുക്കാൻ പാകത്തിനുള്ള പെൻഷൻ ജീവിക്കാനുള്ളതുപോലെ അത് മതി. അതപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടാൻ, ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിനുള്ള സംവിധാനത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.